ഹായ് എവരിബഡി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ക്രീമി ആയിട്ടുള്ള ഒരു ബ്രക്കോളി ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണിത്. അപ്പം ഞാൻ ആദ്യം ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തു. അതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും കുറച്ച് ഒലിവ് ഓയിലും ഉപയോഗിച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു. ഈ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. പിന്നെ നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കുറച്ച് സവോള, വെളുത്തുള്ളി, അതുപോലെ നമ്മുടെ ബ്രക്കോളി. ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യുക, ഒരുപാട് വലിപ്പം വേണ്ട. ഇതെല്ലാം കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. പിന്നെ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടറിലാണ്. ഇനിയിപ്പോൾ ബട്ടർ ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അവോക്കാഡോ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഓയിൽ ഉപയോഗിക്കുന്നില്ലാത്തവരാണെങ്കിൽ അതും ഒരു പ്രശ്നമില്ല. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ബട്ടർ ഇട്ടു. ബട്ടറിന് ശേഷം ബ്രക്കോളി, അതേപോലെ സവോള, നമ്മുടെ വെളുത്തുള്ളി ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടു. അതിനുശേഷം കുറച്ച് തണുത്ത വെള്ളം ഉപയോഗിക്കുകയാണ് ഞാൻ. തണുത്ത വെള്ളം ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചൂടുവെള്ളം വേണേൽ ഉപയോഗിക്കാം. വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നു. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് 3-4 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ ആവി പോയതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രക്കോളി ഒരു ബ്ലെൻഡറിലേക്ക് മാറ്റാം. ബ്രക്കോളിയും അതുപോലെയുള്ള ആ ഒരു സൂപ്പും മാത്രമാണ് നമ്മൾ ബ്ലെൻഡറിലേക്ക് മാറ്റുന്നത്. ചിക്കൻ നമ്മൾ എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ട് നമ്മളിതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇത് മാറ്റി വെച്ചേക്കുന്നത്. ഇനി നമ്മുടെ ചിക്കൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ചെറുതായിട്ട് ഷ്രെഡ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് അല്ലെങ്കിൽ വലുതായിട്ട് ഷ്രെഡ് ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് വലുതായിട്ടാണ് ഷ്രെഡ് ചെയ്യുന്നത്. മിക്സിയിൽ നമ്മൾ ബ്രക്കോളി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇരിക്കും, നല്ല ക്രീമി ആയിട്ടിരിക്കും. ഇനിയിപ്പം നമ്മൾ തിക്നെസ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. അതിനുശേഷം നമ്മുടെ സൂപ്പ് റെഡിയായിട്ടുണ്ട്. നമ്മുടെ ചിക്കനിലേക്ക് നമ്മുടെ ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ബ്രക്കോളി ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ബ്രക്കോളി സൂപ്പ്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ബട്ടർ വേണമെങ്കിൽ മുകളിൽ തൂകാം. എല്ലാവരും ഈ ചിക്കൻ ബ്രക്കോളി സൂപ്പ് മറക്കാതെ ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. Thank you for watching. Bye bye.